Dear students, welcome to SB Chem classes. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാർട്ടാണ്. അതായത് റിയാക്ഷൻ എൻതാൽപ്പി. റിയാക്ഷൻ എൻതാൽപ്പിയെ കുറിച്ച് പ്ലസ് 1 ബോർഡ് എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഒരുപാട് റിയാക്ഷൻ എൻതാൽപ്പികൾ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എൻതാൽപ്പികൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്സിജന്റെ പ്രസൻസിൽ കത്തുകയാണ്, ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. പക്ഷേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറയുന്നത് 1 മോൾ സബ്സ്റ്റൻസ് കമ്പഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ്. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. 1 മോൾ സബ്സ്റ്റൻസ് ആണ് കമ്പഷൻ നടക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്യൂട്ടൈൻ പ്ലസ് O2 ബിക്കം CO2 ആൻഡ് H2O. ഈ റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആവണമെങ്കിൽ അത് നമ്മൾ ബാലൻസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇവിടെ 4 കാർബൺ ഉള്ളതുകൊണ്ട് ഇവിടെ 4 കൊടുക്കണം, 10 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇവിടെ 5 കൊടുക്കണം. ഇപ്പോൾ 4 × 2 8 + 5 13 ഓക്സിജൻ ഉണ്ടാവും. അത് ബാലൻസ് ചെയ്യാൻ ഇവിടെ 13/2 O2 കൊടുക്കണം. ഇങ്ങനെ വേണം ഇത് ബാലൻസ് ചെയ്യാൻ. കാരണം കമ്പഷൻ നടക്കുന്ന ആള് 1 മോൾ ആയിരിക്കണം, മറ്റുള്ളത് എന്തായാലും കുഴപ്പമില്ല. ഇതാണ് എൻതാൽപ്പി ഓഫ് കമ്പഷന്റെ റിയാക്ഷൻ ഏതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1 മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യണം. 1 മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യണം. ശരി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ഇൻ റഫറൻസ് സ്റ്റേറ്റ്. റഫറൻസ് സ്റ്റേറ്റിലുള്ള എലമെന്റിൽ നിന്നായിരിക്കണം ഫോം ചെയ്യേണ്ടത്. റഫറൻസ് സ്റ്റേറ്റ് പറയുമ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയും. ഞാൻ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് എഴുതിയുണ്ട്. H2 ഗ്യാസ്, O2 ഗ്യാസ്, O3 എലമെന്റ് ആണെങ്കിലും അത് റഫറൻസ് സ്റ്റേറ്റ് അല്ല. N2 F2 ഗ്യാസ്, Cl2 ഗ്യാസ്. ഇവിടെ നോക്കൂ, Br2 ലിക്വിഡ് ആണ്, കാരണം ബ്രോമിൻ സ്റ്റേബിൾ ആയി നിൽക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. I2 സോളിഡ് ആണ്. കാർബൺ സോളിഡ് ഗ്രാഫൈറ്റ്, കാർബണിന്റെ സ്റ്റേബിൾ ആയ അല്ലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ്. S8 സൾഫർ ആണ്, സോളിഡ് റോംബിക്, ഇതും അതിന്റെ ഒരു അല്ലോട്രോപ്പ് ആണ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. N2 ഗ്യാസ് പ്ലസ് H2 ഗ്യാസ് ബിക്കം NH3 ഗ്യാസ്. ഇതാണല്ലോ റിയാക്ഷൻ. ഇതില് ഈ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് 1 മോൾ ആയിരിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ബാണ്ട് കിട്ടണമെങ്കിൽ ഇത് 1/2 ആയിരിക്കണം, ഇത് 3/2 ആയിരിക്കണം. 1/2 N2 ഗ്യാസ് പ്ലസ് 3/2 H2 ഗ്യാസ് ബിക്കം NH3 ഗ്യാസ്. കാരണം എന്താ, ഇത് 1 മോൾ കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്. ഇനി പ്രോബ്ലം ലെവലിൽ നമ്മൾ പഠിക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് കാണാൻ ആ റിയാക്ഷനിൽ പങ്കെടുത്ത ആളുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നാണ്. എന്താണ് ഇക്വേഷൻ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടിയാൽ പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടന്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിയാക്ഷന്റെ മൊത്തം എൻതാൽപ്പി ചേഞ്ച് കിട്ടും. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു എലമെന്റിന്റെ റഫറൻസ് സ്റ്റേറ്റിലുള്ള എലമെന്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തരുന്നതല്ല, കാരണം അതിന്റെ വാല്യൂ 0 ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെന്റ് ഇൻ റഫറൻസ് സ്റ്റേറ്റ് 0 ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതാണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദ ക്ലീവേജ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ്. അടുത്താണ് ശ്രദ്ധിക്കുന്നത്, ഇൻ 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ്. 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിലുള്ള 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജിയാണ്. അത് ഞാൻ അവിടെ എക്സാമ്പിൾസ് കൊടുക്കണം. H2 ഗ്യാസ് ബിക്കം 2H ഗ്യാസ്. നിങ്ങൾക്കറിയാം H2 എന്ന് പറയുമ്പോൾ H സിംഗിൾ ബോണ്ട് H ആണ്. ഈ H-നും H-നും ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് 2H ആകുന്നത്. സോ ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ബോണ്ട് എൻതാൽപ്പി ആയതുകൊണ്ട് ഡെൽറ്റ H സിംഗിൾ ബോണ്ട് H എന്നാണ് എഴുതാൻ. ആർക്കൊക്കെ ഇടയിലാണോ ബോണ്ട് ഉള്ളത് അതാണ് നോട്ട് ചെയ്യുക. ആ വാല്യൂ ജസ്റ്റ് ആ വാല്യൂ എഴുതിയിട്ടുണ്ട്, 435 kJ/mol ആണ്. 435 kJ/mol. ആ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എക്സാമിന് വേണ്ടി എഴുതുന്നുള്ളൂ. അടുത്ത നോക്കൂ, CH4 പൊട്ടിയിട്ട് C ഗ്യാസും 4H ഗ്യാസും ഉണ്ടാവും. ഈ CH4ന്റെ പ്രത്യേകത, കാർബൺ 4 H-നോട് ബോണ്ട് ഉണ്ടാക്കി. ഇതില് ഒരു കാർബണിനും H-നും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി മാത്രമാണ് ബോണ്ട് എൻതാൽപ്പി. It is the enthalpy change during the cleavage of bond between two atoms.
പക്ഷെ അങ്ങനെയുള്ള 4 ബോണ്ട് പൊട്ടിയാലേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കാർബണിനും എച്ചിനും ഇടയ്ക്കുള്ള ബോണ്ട് എന്താൽപ്പി, കാർബണിനും എച്ചിനും ഇടയ്ക്കുള്ള ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മൊത്തം എന്താൽപ്പി 1660 ആണ്, ഡിവൈഡ് ബൈ 4 ആണ്. എന്താ കാരണം? അങ്ങനെ 4 ബോണ്ട് പൊട്ടുമ്പോഴേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അതിൽ ഒരു ബോണ്ട് പൊട്ടാനുള്ള എനർജിയാണ് ബോണ്ട് എന്താൽപ്പി. ദ വാല്യൂ ഈസ് 415 കിലോജൂൾ പെർ മോൾ. റൗണ്ടഡ് വാല്യൂ ആണ് എഴുതിയാണ് 415 കിലോജൂൾ പെർ മോൾ. ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇതിനെ മീൻ ബോണ്ട് എന്താൽപ്പി എന്ന് പറയും. അപ്പൊ നിങ്ങളോട് മീൻ ബോണ്ട് എന്താൽപ്പി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പോളി അറ്റോമിക് മോളിക്യൂൾ, ഒരുപാട് ആറ്റംസ് ഉള്ള മോളിക്യൂളിൽ മൊത്തം എന്താൽപ്പി കണ്ടിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട് ചെയ്യുകയാണ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. അതാണ് മീൻ ബോണ്ട് എന്താൽപ്പി. ഇനി ശ്രദ്ധിക്കാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു റിയാക്ഷന്റെ മൊത്തം എന്താൽപ്പി ചേഞ്ച് കാണാൻ അവിടെയുള്ള ആളുകളുടെ ബോണ്ട് എന്താൽപ്പി തന്നാൽ മതി. ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്ടന്റ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ് ആണ്. നേരത്തെ നമ്മൾ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ചെയ്തപ്പോ പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആയിരുന്നു, ഇവിടെ റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബോണ്ട് എന്താൽപ്പി നമ്മൾ ഡിഫൈൻ ചെയ്തത് ക്ലീവേജുമായി ബന്ധപ്പെട്ടാണ്, ബോണ്ടിന്റെ ബ്രേക്കിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബോണ്ട് എന്താൽപ്പി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ മാത്രമാണ് ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആവുക. ബോണ്ട് എന്താൽപ്പി പോസിറ്റീവ് ആണ്. അഥവാ നിങ്ങൾക്ക് ബോണ്ട് എന്താൽപ്പി നെഗറ്റീവ് ആണ് തരുന്നെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവ്ക്ക് മാറ്റിയിട്ട് മാത്രമേ ഈ ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. പക്ഷെ ഒരു +1 ബോർഡ് എക്സാം ലെവലിൽ ആ ടൈപ്പ് കൺഫ്യൂഷൻസ് ഒന്നും നമുക്ക് വരില്ല. ബോണ്ട് എന്താൽപ്പി പോസിറ്റീവേ തരുള്ളൂ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഹെസസ് ലോ. റിയാക്ഷൻ നമുക്കറിയാം, ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും പല സ്റ്റെപ്പിൽ നടത്തിയാലും ടോട്ടൽ എന്താൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ 3 എന്താൽപ്പികൾ ആഡ് ചെയ്താൽ ഈ റിയാക്ഷന്റെ എന്താൽപ്പി കിട്ടും. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ, R becomes P എന്ന റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് പ്ലസ് എക്സ് ആണ്. R becomes P ഡെൽറ്റ എച്ച് പ്ലസ് എക്സ് ആണ്. P becomes R, ഈ റിയാക്ഷൻ നേരെ തിരിച്ചിട്ടു, ഇതിന് ഡെൽറ്റ എച്ച് മൈനസ് എക്സ് ആണ്. അപ്പോൾ ഒരു റിയാക്ഷന്റെ എന്താൽപ്പി തന്ന് ആ റിയാക്ഷൻ തിരിച്ചിട്ട് എന്താൽപ്പി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സൈൻ മാറ്റിയാൽ മതി. അടുത്ത നോക്കൂ, NR become NP, NR become NP യുടെ എന്താൽപ്പി പ്ലസ് NX ആണ്. അപ്പോൾ ഒരു റിയാക്ഷന്റെ എന്താൽപ്പി എത്രയാണോ അതിനെ ഏതെങ്കിലും വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ റിയാക്ഷൻ എന്താൽപ്പി കാണാൻ ദ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയാണ് റിയാക്ഷൻ എന്താൽപ്പിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് methanol CH3OH liquid is -726 kilojoule per mole. Find standard enthalpy of formation of CH3OH liquid. ഇന്നൊരു ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O ലിക്വിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മെത്തനോൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മെത്തനോള് കമ്പഷൻ നടക്കുമ്പോഴുള്ള റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. CH3OH liquid plus O2 gas become CO2 gas plus H2O liquid. നമുക്കിത് ബാലൻസ് ചെയ്യാം. നമുക്ക് ബാലൻസ് ചെയ്യാൻ അറിയാം, ഒരു കാർബൺ ആണ്, ഒരു കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഞാൻ 2H2O എന്ന് എഴുതി. ഇപ്പോൾ 2 + 2 4 ഓക്സിജൻ അവിടെ ഉണ്ട്, അതിൽ ഒരു ഓക്സിജൻ ഇവിടെയാണ്, ഇവിടെ ഞാൻ 3/2 എഴുതി. ഇപ്പോൾ ഈ റിയാക്ഷൻ ബാലൻസ് ആയി. ഈ റിയാക്ഷന്റെ എന്താൽപ്പി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ -726. ഈ -726 എന്ന മൊത്തം റിയാക്ഷന്റെ എന്താൽപ്പി എന്താൽപ്പി ഓഫ് ഫോർമേഷൻ വെച്ച് എഴുതാലോ. -726 ഈക്വൽ ടു എങ്ങനെ എഴുതും? എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്. ആരൊക്കെയാണ് പ്രൊഡക്റ്റ്? CO2 ആൻഡ് 2H2O. അപ്പൊ ഞാൻ എഴുതി നോക്കൂ, എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 പ്ലസ് ഇവിടെ 2 മോൾ H2 ഉള്ളതുകൊണ്ട് 2 into എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O. ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ മൊത്തം എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ആയി മൈനസ്. റിയാക്ടന്റ് 2 പേരുണ്ട്, ഒന്ന് CH3OH ഒന്ന് O2. O2 എലമെന്റ് ആയതുകൊണ്ട് അതിന്റെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. സോ എന്താൽപ്പി
of formation of CH3OH liquid. ഇനി വെരി സിമ്പിൾ, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ -726 ആണ് കൊണ്ടുപോവാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ആണ് കാണുന്നത്. ശ്രദ്ധിക്കൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് -393 പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O -286 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. 2 × -286. ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട്, +726. സോ ഈ കാൽക്കുലേഷൻ വഴി നമുക്ക് ആൻസർ കിട്ടും. ദ ആൻസർ ഈസ് -239 kJ/mol. ഇതാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മെത്തനോൾ റിയാക്ഷൻ എഴുതി. ആ റിയാക്ഷൻ മൊത്തം എൻതാൽപ്പി അവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ കണ്ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെൽറ്റ Fx0 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ ഗ്യാസ് ഫ്രം ദ ഗിവൺ ഡാറ്റ. ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ റിയാക്ഷൻ ഡെൽറ്റ H കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ എന്ന് പറയുമ്പോൾ 1 മോൾ അമോണിയ ഫോം ചെയ്യണം ഫ്രം ഇറ്റ്സ് എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ്. ഇവിടെ 2 മോൾ അമോണിയയിൽ നിന്ന് N2 and 3H2 ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ തിരിച്ചിട്ടാൽ മാത്രമേ അമോണിയ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ എഴുതാണ് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ബിക്കം 2NH3 ഗ്യാസ്. ഒരു റിയാക്ഷൻ തിരിച്ചിടുമ്പോൾ എൻതാൽപ്പിയുടെ സൈൻ മാറ്റിയാൽ മതി. സോ എൻതാൽപ്പി ചേഞ്ച് ബിക്കം -92. ഇനി നമുക്ക് 1 മോൾ അമോണിയല്ലേ ഫോം ചെയ്യേണ്ടത്, അതിനെ മൊത്തം റിയാക്ഷനെ ഹാഫ് ആക്കാം, പകുതിയാക്കാം. അപ്പോൾ ഹാഫ് N2 ഗ്യാസ് പ്ലസ് 3/2 H2 ഗ്യാസ് ബിക്കം NH3 ഗ്യാസ്. ഒരു റിയാക്ഷനെ പകുതിയാക്കുമ്പോൾ എൻതാൽപ്പിയും പകുതിയാക്കണം. ഡെൽറ്റ H is equal to -92/2. -92/2 means -46 kJ/mol. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ ഡെഫിനിഷൻ പ്രകാരം ആ റിയാക്ഷൻ എഴുതിയിട്ടാണ് ഞാൻ ആൻസർ കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജിനേഷൻ ഓഫ് 1 മോൾ ഈഥൈൻ. 1 മോൾ ഈഥൈനിന്റെ ഹൈഡ്രോജിനേഷന്റെ എൻതാൽപ്പി കാണാം. എന്നിട്ട് ഇവിടെ 4 ബോണ്ട് എൻതാൽപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈഥൈനിന്റെ ഹൈഡ്രോജിനേഷന്റെ റിയാക്ഷൻ എഴുതണം. ഇത് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ റിയാക്ഷൻ ക്വസ്റ്റ്യൻ തരാതിരിക്കാം. തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. ഈഥൈൻ എന്ന് പറയുമ്പോൾ അത് C2H2 ആണ്. 1 മോൾ ഈഥൈൻ ഹൈഡ്രോജിനേഷൻ നടത്തുമ്പോൾ അതിലോട്ട് H2 ഗ്യാസ് കടത്തിവിടുമ്പോൾ നിങ്ങൾക്ക് C2H6 ഗ്യാസ് കിട്ടും. ദാറ്റ് ഈസ് ഈഥൈൻ. ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 6 ഹൈഡ്രജനും 2H ഉള്ളതുകൊണ്ട് ഇവിടെ 3H2 കൊടുക്കേണ്ടി വരും. 2H2 കൊടുക്കേണ്ടി വരും. C2H2 ഗ്യാസ് പ്ലസ് 2H2 ഗ്യാസ് ബിക്കം C2H6 ഗ്യാസ്. ഇനി ബോണ്ട് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ഈ സ്പീഷീസിനകത്തുള്ള ബോണ്ട് ഏതാ നമ്മൾ അറിയണം. C2H2 എന്ന് പറയുമ്പോൾ കാർബണിനും കാർബണിനും ഇടയിലുള്ളത് ട്രിപ്പിൾ ബോണ്ടാണ്. ഓരോ കാർബണിനും ഓരോ H വീതമുണ്ടാവും. പ്ലസ് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. 2H2 എന്ന് പറയുമ്പോൾ H സിംഗിൾ ബോണ്ട് H ആണ്, അങ്ങനെ രണ്ടെണ്ണമുണ്ട്. C2H6 ൽ C സിംഗിൾ ബോണ്ട് C ആണ്, ഓരോ കാർബണിനും 3H വീതമുണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് കാർബണിന്റെ വാലൻസി 4 ആണ് നമുക്കറിയാം. കാർബൺ 4 ബോണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് കാണേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ചില ബോണ്ട് എൻതാൽപ്പികൾ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് സൈഡിലും ഒരേപോലത്തെ ബോണ്ട് ഉണ്ടോ നോക്കണം. അതായത് ഈ രണ്ട് സൈഡിലും C-H ബോണ്ട് ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ അങ്ങനെ 6 ഉണ്ട്. അപ്പൊ തുടക്കത്തില് നിങ്ങൾക്ക് ഈ 2 ബോണ്ട് വെട്ടിക്കളയാം. ഇവിടുത്തെ 2 ബോണ്ട് വെട്ടിക്കളയാം. രണ്ട് സൈഡിലും ഒരേ ടൈപ്പ് ബോണ്ട് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ബാക്കി കാൽക്കുലേഷൻ മതി. അപ്പോൾ ഈ റിയാക്ഷന്റെ മൊത്തം എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ RH0 ഞാൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് ആണ്. റിയാക്ടന്റ് സൈഡിൽ ഏതൊക്കെ ബോണ്ട് ഉണ്ട്? ഒരു C ട്രിപ്പിൾ ബോണ്ട് C,
പ്ലസ് 2 H സിംഗിൾ ബോണ്ട് H. ഇപ്പോൾ റിയാക്ടന്റ് സൈഡിലെ എല്ലാ ബോണ്ടുകളും മൈനസ് പ്രൊഡക്റ്റ് സൈഡിൽ ഏതൊക്കെ ബോണ്ട് ഉണ്ട്? ഒരു C സിംഗിൾ ബോണ്ട് C പ്ലസ് 6 CH ബോണ്ട് ഉണ്ടെങ്കിലും രണ്ടെണ്ണം വെട്ടിപ്പോയിട്ടുണ്ട്. 4 into delta CH0. ഇനി വെരി സിമ്പിൾ, നമുക്ക് ഓരോന്നിന്റെ എന്താൽപ്പി അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതോടുകൂടി നമ്മുടെ ആൻസർ ആയി. സോ ഡെൽറ്റ RH0 ഈക്വൽ ടു ഒരു C ട്രിപ്പിൾ ബോണ്ട് C ആണല്ലോ, C ട്രിപ്പിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് അല്ല, C ട്രിപ്പിൾ ബോണ്ടിന്റെ വാല്യൂ 837 ആണ്. പ്ലസ് 2 into H സിംഗിൾ ബോണ്ട് Hന്റെ വാല്യൂ 435 ആണ്. മൈനസ് ഒരു C സിംഗിൾ ബോണ്ട് C ആണല്ലോ, അതിന്റെ വാല്യൂ 347 ആണ്. പ്ലസ് അവിടെ 4 C സിംഗിൾ ബോണ്ട് H ഉണ്ട്, 4 into 414 ആണ്. So by calculation the answer is by calculation minus 296 kilojoule per mole. ഇതാണ് ബോണ്ട് എന്താൽപ്പി യൂസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ എന്താൽപ്പി കാണുന്ന ക്വസ്റ്റ്യൻ എക്സാമ്പിൾ. Fourth question. Given that C solid plus O2 gas becomes CO2 gas delta H കൊടുത്തിട്ടുണ്ട്. CO gas plus half O2 gas becomes CO2 gas delta H കൊടുത്തിട്ടുണ്ട്. C solid plus half O2 gas becomes CO gas. ഈ റിയാക്ഷന്റെ എന്താൽപ്പി ചേഞ്ച് കാണണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ മനസ്സിലാക്കണം ഹെസസ് ലോ ആണ് ചാൻസ് ഉള്ളത്. ഈ മൂന്ന് റിയാക്ഷനും ഏകദേശം ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ട് റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ റിയാക്ഷൻ പ്രിപ്പയർ ചെയ്യാം. ഈ രണ്ട് റിയാക്ഷനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ റിയാക്ഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട റിയാക്ഷൻ C salt plus half O2 becomes CO gas എന്നാണ്. ഫസ്റ്റത്തെ റിയാക്ഷൻ C salt റിയാക്ടന്റ് ആണ്, നമുക്ക് വേണ്ടതും C salt റിയാക്ടന്റ് ആണ്. സോ ഒന്നാമത്തെ റിയാക്ഷൻ അതുപോലെ വേണം. രണ്ടാമത്തെ റിയാക്ഷനിൽ CO എന്നത് റിയാക്ടന്റ് ആണ്, പക്ഷെ നമുക്ക് വേണ്ട CO എന്നത് പ്രൊഡക്റ്റ് ആണ്. വെരി സിമ്പിൾ, ഈ രണ്ടാമത്തെ റിയാക്ഷനെ തിരിച്ചിട്ടേ പറ്റും. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ തിരിച്ചിട്ടിട്ട് ഫസ്റ്റത്തെ റിയാക്ഷനോട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ റിയാക്ഷൻ കിട്ടുമെന്നർത്ഥം. എന്തൊക്കെയാണ്? രണ്ടാമത്തെ റിയാക്ഷൻ തിരിച്ചിടണം, ഒന്നാമത്തെ റിയാക്ഷൻ ആഡ് ചെയ്യണം. ഒരു റിയാക്ഷൻ തിരിച്ചിടുമ്പോൾ അതിന്റെ ഡെൽറ്റ എച്ച് സൈൻ മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ എഴുതാണ് ഈ റിയാക്ഷൻ നമ്പർ 3 ആണെങ്കിൽ റിയാക്ഷൻ 1 മൈനസ് റിയാക്ഷൻ 2 ആണ് റിയാക്ഷൻ 3. ഇവിടെ മൈനസ് ആവാൻ കാരണം എന്താ? രണ്ടാമത്തെ റിയാക്ഷൻ തിരിച്ചിടുക എന്ന് പറയുമ്പോൾ സൈൻ മാറ്റാനാണ്. 1 മൈനസ് 2 ഈക്വൽ 3. അപ്പോൾ ഈ മൂന്നാമത്തെ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആയ -3 ആണെങ്കിൽ മൈനസ് രണ്ടാമത്തെ റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആയ -200 ആണ്. നിങ്ങൾ പിന്നെ ഇവിടെ സൈൻ മാറ്റാൻ നിൽക്കരുത്, കാരണം ഇവിടെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം റിയാക്ഷൻ തിരിച്ചിടാന്നാണ്. പിന്നെ ഒരിക്കലും സൈൻ മാറ്റരുത്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ആൻസർ ബിക്കം -190 കിലോജൂൾ പെർ മോൾ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. ഒരിക്കലും കൺഫ്യൂഷൻ വേണ്ട. ആ തന്ന റിയാക്ഷൻസിനെ എന്ത് മാറ്റം വരുത്തിയിട്ടാണ് ഈ റിയാക്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം. അതിലൊരിക്കലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുക, ഏതെങ്കിലും വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ബോർഡ് എക്സാം ലെവലിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം എത്രത്തോളം റാൻഡം ആണ്, എത്രത്തോളം ഡിസോർഡർ ആണ് എന്ന് സൂചിപ്പിക്കുന്ന തെർമോഡൈനാമിക്കൽ ടേമാണ് ഡിഗ്രി ഓഫ് ഡിസ്ഓർഡർനെസ് ഓർ റാൻഡംനെസ്. ഇതിനെ ക്യാപിറ്റൽ S കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ശ്രദ്ധിക്കൂ, ഒരു സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം അതിന് ഡിസോർഡർനെസ് കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് എൻട്രോപ്പി കൂടുന്നു എന്ന് പറയാം. അടുത്തത്, ഫിസിക്കൽ സ്റ്റേറ്റ് മാറാതെ തന്നെ നമ്പർ ഓഫ് മോൾസ് കൂടി സങ്കല്പിക്കാം. നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ എൻട്രോപ്പി കൂടുന്നു എന്ന് പറയാം. എണ്ണം കൂടുമ്പോൾ ഡിസോർഡർ ആവാണ് ചെയ്യുക. അടുത്തത് നോക്കൂ, ടെമ്പറേച്ചർ കൂട്ടുകയാണ്. നമ്മൾ ചൂടാക്കും തോറും സ്വാഭാവികമായിട്ടും അതിന്റെ ഡിസോർഡർനെസ് കൂടെ ചെയ്യാം. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എൻട്രോപ്പി കൂടിയോ കുറഞ്ഞോ രീതിയിൽ ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ: സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് എൻട്രോപ്പി കൂടി, സ്റ്റേറ്റ് മാറാതെ നമ്പർ ഓഫ് മോൾ കൂടിയാൽ എൻട്രോപ്പി കൂടി, ടെമ്പറേച്ചർ കൂട്ടിയ എൻട്രോപ്പി കൂടി.
ശ്രദ്ധിക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ എൻട്രോപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് അതിന്റെ എൻതാൽപി ചേഞ്ച് ബൈ ടെമ്പറേച്ചർ. എൻട്രോപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? എൻതാൽപി ചേഞ്ച് ബൈ ടെമ്പറേച്ചർ. ദിസ് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. ഇനി ഇവിടെ നിങ്ങൾ യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. എൻതാൽപിയുടെ യൂണിറ്റ് ഇപ്പൊ ഡെൽറ്റ എച്ചിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. ഡെൽറ്റ എച്ചിന്റെ യൂണിറ്റ് എന്ത് വരും? അതിന്റെ കൂടെ താഴെ കെൽവിൻ ഉള്ളത് ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഞാൻ കിലോ ജൂളും ഇത് ജൂളും പറയാൻ കാരണം പൊതുവെ എൻതാൽപി കിലോ ജൂളിലും എൻട്രോപ്പി ജൂളിലുമാണ് യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് എൻട്രോപ്പിയെ കുറിച്ച് പഠിക്കേണ്ടത്. അടുത്തൊരു ടേം ആണ് ഗിബ്സ് ഫ്രീ എനർജി. ഒരു സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയെ ഒരു യൂസ്ഫുൾ വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. ടോട്ടൽ എനർജി അല്ല, യൂസ്ഫുൾ വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ്. ശ്രദ്ധിക്കൂ, നമ്മൾ ഇപ്പോൾ പഠിച്ച ഫ്രീ എനർജി ചേഞ്ചും നേരത്തെ പഠിച്ച എൻതാൽപി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും റിലേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ശ്രദ്ധിക്കണം, ഒരു പ്രോസസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റ് റിയാക്ഷൻ സീറോ ആയിരിക്കും. പിന്നെ അവിടെ ഒരിക്കലും ഫ്രീ എനർജിയിലെ മാറ്റം വരില്ല. ഡെൽറ്റ ജി വിൽ ബി സീറോ. വെരി ഇമ്പോർട്ടന്റ്. ഒരു പ്രോസസ് ഇക്വിലിബ്രിയത്തിൽ എത്തിയാൽ ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ. ഈ ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ സീറോ എന്ന് പറയാം. അത് അറേഞ്ച് ചെയ്താൽ ടെമ്പറേച്ചർ വിൽ ബി ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അവിടെ ഞാൻ ടി ഇ എന്ന് എഴുതിയത് ഇക്വിലിബ്രിയം എത്തുന്ന ടെമ്പറേച്ചർ ഏതാണ് എന്ന് എക്സാമിന് ചോദിച്ചാൽ അത് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണ്. അടുത്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ സ്വയം നടക്കുന്നു, പുറമെ നിന്ന് ഒരു ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആവശ്യമില്ലാതെ നടക്കുന്നു. ആ പ്രോസസിന്റെ പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ആ പ്രോസസ് നടത്തുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് നടത്തുന്നത് ആ സിസ്റ്റത്തിന്റെ ഫ്രീ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോൾ ഫ്രീ എനർജി കുറയുന്നു എന്ന് പറയാം. അതിന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് ആവാൻ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുകയും ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുകയും ചെയ്താൽ ഏത് ടെമ്പറേച്ചറിലും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. അത് നമുക്ക് ഈ ഇക്വേഷൻ വഴി പ്രൂവ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് അറ്റ് എനി ടെമ്പറേച്ചർ. അടുത്ത രണ്ടെണ്ണമാണ് പ്രോബ്ലം ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ടും പോസിറ്റീവ് ആവുക, രണ്ടും നെഗറ്റീവ് ആവുക. നിങ്ങൾ പഠിക്കണം, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്താണോ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ അതിലും വലിയ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കണ്ടേ? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും വലിയ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആവുള്ളൂ. ആ പഠിക്കാൻ ടെക്നിക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലുത് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും വലുത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും ചെറിയ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആവുള്ളൂ. രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ ചെറുത് എന്ന് പഠിക്കുക, ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും ചെറുത്. ശ്രദ്ധിക്കുക, ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവാൻ 3 കണ്ടീഷൻ ആണ് ഇവിടെ എഴുതിയത്. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും കൂടണം, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും കുറയണം. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈ ഫ്രീ എനർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് 2.303 RT ലോഗ് കെ സി. കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതെന്താണ് എന്ന് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഇക്വേഷൻ മുമ്പ് പഠിക്കണം. മൈനസ് 2.303 RT ലോഗ് കെ സി. ഇത് ഡെൽറ്റ ജി സീറോ ആണ്. ഡെൽറ്റ ജി സീറോ എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. നമ്മൾ സിംപ്ലി ഡെൽറ്റ ജി എന്ന് പറയുമ്പോൾ അത് ഫ്രീ എനർജിയാണ്, അത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ ഫ്രീ എനർജി ചേഞ്ചിനെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണക്ട് ചെയ്യാം. സാധാ ഫ്രീ എനർജിയെ ഒരിക്കലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണക്ട് ചെയ്യാൻ കഴിയില്ല. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണ് ഇക്വേഷൻ? മൈനസ് 2.03 RT log Kc, R universal gas constant, T absolute temperature. First question. For a reaction 2A plus B become 3C, delta H is equal to minus 200 kilojoule per mole, delta S equal to
minus 500 joule mole inverse Kelvin inverse. Find the temperature at which reaction becomes spontaneous. ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക? ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെക്കാളും താഴെയായിരിക്കും ടെമ്പറേച്ചർ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നിങ്ങൾ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. എത്രയാണ് ഡെൽറ്റ എച്ച്? -200 കിലോ ജൂളാണ്. ശ്രദ്ധിക്കണം, ഇത് കിലോ ജൂളും ഇത് ജൂളും ആയതുകൊണ്ട് ഞാൻ ഈ കിലോ ജൂളിനെ ജൂൾക്ക് മാറ്റുന്നത് ഇൻറ്റു 1000 ബൈ ഡെൽറ്റ എസ് -500 ആണ്. 1000 and 500 കട്ട് 2 വരും, മൈനസ് ഓഫ് മൈനസ് കട്ട് പോകും. ദാറ്റ്സ് ഈക്വൽ 400 കെൽവിൻ. 400 കെൽവിനിൽ ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. 400 കെൽവിനിൽ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക? ടെമ്പറേച്ചർ ലെസ് ദാൻ 400 Kelvin, the reaction will be spontaneous. ഇങ്ങനെ പറയാൻ കാരണം ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്. ഇതേ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ 400 Kelvin ആണ് കിട്ടുക. പക്ഷെ അവസാന ആൻസർ എന്ത് ചെയ്യണം? 400 Kelvinനേക്കാളും ഗ്രേറ്റർ ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വെരി സിമ്പിൾ കാൽക്കുലേഷൻ. Find the equilibrium constant of the reaction having delta G0 minus 13.6 kilojoule per mole. ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതിയത്. ഡെൽറ്റ G0 എന്ന സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തിയത് അതിന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡെൽറ്റ G0 എന്ന് പറയുമ്പോൾ -2.303 RT log Kc ആണ്. നമ്മൾ ആദ്യം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക log Kc ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മൈനസ് ഡെൽറ്റ G0 ബൈ 2.303 RT. ശ്രദ്ധിക്കാം, ഡെൽറ്റ G0 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് -13.6 കിലോ ജൂൾ പെർ മോൾ ആണ്. നമുക്ക് ആറിന്റെ വാല്യൂ അറിയാം. ആറിന്റെ വാല്യൂ 8.314 ആണ് യൂസ് ചെയ്യുക. കാരണം ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് കിലോ ജൂളും ഒന്ന് ജൂളും ആയതുകൊണ്ട് ഈ കിലോ ജൂളിന് ജൂൾക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? ഇൻറ്റു 1000 ചെയ്താൽ മതി. അതായത് ഇൻറ്റു 10⁻³ എന്ന് പറയാം. -13.6 ഇൻറ്റു 10⁻³ എന്ത് ഇൻറ്റു 10⁻³ ചെയ്യുന്നത്? അതിനെ ജൂൾക്ക് മാറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ ആണ്. ശ്രദ്ധിക്കണം, പൊതുവെ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ എത്രയെന്ന് പറയും. എത്രയെന്ന് പറഞ്ഞാൽ അതാണ് കൊടുക്കേണ്ടത്. ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ ആണ് നമ്മുടെ ടെമ്പറേച്ചർ. ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു കെൽവിൻ 298. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. മൈനസ് ഡെൽറ്റ G0 എത്രയാണ്? -13.6 ഇൻറ്റു 10⁻³ ഈ മൈനസ് ഇക്വേഷനിലുള്ളതാണ്. ഇത് ഡെൽറ്റ G0 മൈനസ് ആണ്. ബൈ 2.303 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ഇൻറ്റു 298. സോ നമുക്ക് കാൽക്കുലേഷൻ ആയി ഈ മൈനസ് ഓഫ് മൈനസ് പറ്റിപ്പോ ദ ആൻസർ ഈസ് 2.38 ബൈ കാൽക്കുലേഷൻ. നമുക്കിപ്പോൾ കിട്ടിയത് ലോഗ് Kc ആണ്. നമുക്ക് വേണ്ടത് Kc ആണ്. അതിന് ഈ ലോഗ് അങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ആന്റി ലോഗ് കാണുക എന്നാണ് അർത്ഥം. ആന്റി ലോഗ് കാണാം. ആന്റി ലോഗ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ പ്രകാരം നിങ്ങൾ ഷിഫ്റ്റ് ബട്ടൺ അടിച്ചിട്ട് ലോഗ് അടിച്ചാൽ മതി. അതിന്റെ പ്രോബ്ലം ചെയ്യാനുള്ള ടെക്നിക്കാണ് പറഞ്ഞത്. ആന്റി ലോഗ് കാണാൻ പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ബട്ടൺ അടിച്ചിട്ട് 2.38 അടിക്കാം. സോ ദ ആൻസർ വിൽ ബി 2.4 ഇൻറ്റു 10⁻². അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഈ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ.